പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോൾ മഴക്കാലമാണല്ലോ അല്ലേ? ഇപ്പോൾ അധികം മഴയൊന്നുമില്ല. എന്നാലും മഴ തോരാതെ പെയ്താൽ എന്തുണ്ടാവുക? നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പം നമ്മളിങ്ങനെ കരുതും. എന്താ കരുതുക? മുറ്റത്തെ മഴയത്തേക്കൊന്ന് ഇറങ്ങിയാലോ, എന്തെങ്കിലും കളിച്ചാലോ, മഴയത്ത് കളിച്ചാലോ. അപ്പോൾ നമ്മളെ ഉമ്മ അല്ലെങ്കിൽ അമ്മ പറയും, എന്താ പറയുക? പനി പിടിക്കും, ജലദോഷം വരും എന്നൊക്കെ അല്ലേ? എന്നാൽ മഴ പെയ്തൊക്കെ തീർന്നിട്ട് ആകാശം തെളിഞ്ഞ് ഒരു വെയിൽ വന്നാൽ നമുക്ക് ആകെ സന്തോഷമാവില്ലേ? അപ്പോൾ എന്താ തോന്നും? നമുക്കൊന്ന് പുറത്തിറങ്ങി കളിച്ചാലോ എന്ന് തോന്നും. അടുത്ത വയലുകളും തോടുകളും പുഴയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ? അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ പാടുണ്ടോ? ഇല്ല. ഒലിക്കുന്ന വെള്ളത്തിലൂടെ വെള്ളം മാത്രമാണോ അങ്ങനെ ഒലിച്ചു വരിക? പല സാധനങ്ങളും, ഇലകളും ചെടികളും മരങ്ങളും ഒക്കെ ഒലിച്ചു വരില്ലേ? അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മഴ കൂടിയാലും എന്തുണ്ടാവുക? തോരാതെ മഴ ഇങ്ങനെ പെയ്താൽ എന്തുണ്ടാവും? വെള്ളപ്പൊക്കം ഉണ്ടാവില്ലേ? നമ്മളപ്പോൾ പുഴയിൽ കൂടെയൊക്കെ ഇങ്ങനെ മരങ്ങളും ഇതൊക്കെ ഒലിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചെറിയ ചാലിക്കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കാണുമ്പോൾ നല്ല രസമാണല്ലേ? അപ്പം നമ്മുടെ മനസ്സിൽ എന്താ തോന്നുക? ചില കുട്ടികൾക്ക് തോന്നുന്നു ഒന്ന് മീൻ പിടിച്ചാലോ എന്ന്, അല്ലേ? ചൂണ്ടലൊക്കെ ഉണ്ടാക്കൂലേ? ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ചൂണ്ടലൊക്കെ ഇട്ട് മീൻ പിടിക്കാനൊക്കെ നോക്കും. ഇനിയോ നമ്മൾ വീട്ടിൻ്റെ അരികിലൂടെയൊക്കെ വെള്ളം ഒഴുകുമ്പോൾ, നമ്മുടെ മുറ്റത്തു കൂടെയൊക്കെ ചാലിക്കൂടെയൊക്കെ വെള്ളം ഒഴുകുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഒരു പേപ്പർ കൊണ്ട്, ഒരു കടലാസ് കൊണ്ട് ഒരു ബോട്ട് ഉണ്ടാക്കിയാലോ, ഒരു തോണി ഉണ്ടാക്കിയാലോ, ഒരു കളിവഞ്ചി ഉണ്ടാക്കിയാലോ, എന്നിട്ടത് ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുക്കി വിടാൻ നല്ല രസമായിരിക്കും എന്നൊക്കെ തോന്നും നമ്മുടെ മനസ്സിലല്ലേ? പിന്നെ മഴയത്ത് പുറത്തിറങ്ങണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? കുട വേണം, അല്ലെങ്കിൽ റെയിൻകോട്ട് വേണം, അല്ലേ? പിന്നെ രാത്രി ആയാലോ, മഴക്കാലത്ത് രാത്രി ആയാലും എന്തൊക്കെ സൗണ്ടാണ്, എന്തെല്ലാം ശബ്ദമാണ് നമ്മൾ കേൾക്കുക? തവളകളുടെ ശബ്ദം കേൾക്കാം, അല്ലേ? ക്രോം ക്രോം ശബ്ദം ഉണ്ടാവും. പിന്നെ ഇടീൻ്റെ ശബ്ദം ഉണ്ടാവും. പിന്നെ എന്തെല്ലാം ശബ്ദമാണ് നമ്മൾ കേൾക്കുക? നല്ല നിശബ്ദമായി നിൽക്കുമ്പോൾ നമുക്ക് പുഴയിലൂടെ വെള്ളം ഒഴുകുന്നതും തോടിലൂടെയും ഒക്കെ വെള്ളം ഒഴുകുന്നതിൻ്റെ വലിയ ശബ്ദം ഇങ്ങനെ കേൾക്കൂലേ? അപ്പോൾ നമുക്ക് ആകാശം തെളിഞ്ഞപ്പോൾ പുറത്തിറങ്ങാൻ തോന്നിയ ഒരു കുട്ടിയെക്കുറിച്ചൊരു പാഠം പഠിക്കാനുണ്ട്. ആ പാഠമാണ് നമുക്ക് ഇനി അടുത്ത നമ്മളെ മലയാളം ക്ലാസ്സിൽ മിസ് എടുക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേരാണ് എന്താണെന്നറിയാമോ? കളിവഞ്ചി. പാഠം 2, കളിവഞ്ചി. മഴ പെയ്തു തീർന്നപ്പോൾ ആകാശം തെളിഞ്ഞു. സൂര്യൻ്റെ പ്രകാശം എങ്ങും പരന്നു. തവളകളുടെ ക്രോം ക്രോം ശബ്ദം കേട്ടപ്പോൾ സാജൻ പറമ്പിലൂടെ നടന്ന് തോടിൻ്റെ അരികിലെത്തി. അവൻ നിറഞ്ഞൊഴുകുന്ന തോട്ടിലേക്കു ഒരു പുൽനാമ്പ് നുള്ളിയിട്ടു. അത് ഒഴുകിപ്പോകുന്നത് കണ്ടപ്പോൾ അവന് മറ്റൊന്ന് ഓർമ്മ വന്നു. അവൻ വേഗത്തിൽ വീട്ടിലേക്കു തിരിച്ചു നടന്നു. കുറച്ചു സമയത്തിനുള്ളിൽ സാജൻ ഒരു കളിവഞ്ചിയുമായി തോടിൻ്റെ അരികിലെത്തി. അവനതു വെള്ളത്തിൽ ഒഴുക്കിവിട്ടു. ആ സമയം കാർമേഘം സൂര്യനെ മറച്ചു. വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. ആകാശം തെളിഞ്ഞത് എപ്പോഴാണ്? മഴ പെയ്തു തീർന്നപ്പോൾ.
എന്താണ് പെയ്തു തീർന്നത്? മഴ. ആരുടെ പ്രകാശമാണ് എങ്ങും പരന്നത്? സൂര്യൻ്റെ പ്രകാശം എങ്ങും പരന്നു. ആരാണ് ക്രോം ക്രോം ശബ്ദമുണ്ടാക്കുന്നത്? തവളകൾ. ആരാണ് പറമ്പിലൂടെ നടന്ന് തോടിൻ്റെ അരികിലെത്തിയത്? സാജൻ. എപ്പോഴാണ് സാജൻ പറമ്പിലൂടെ നടന്ന് തോടിൻ്റെ അരികിലെത്തിയത്? തവളകളുടെ ക്രോം ക്രോം ശബ്ദം കേട്ടപ്പോൾ. അവൻ നിറഞ്ഞൊഴുകുന്ന തോട്ടിലേക്ക് എന്താണ് നുള്ളിയിട്ടത്? ഒരു പുൽനാമ്പ്. പുൽനാമ്പ് എവിടേക്കാണ് അവൻ നുള്ളിയിട്ടത്? നിറഞ്ഞൊഴുകുന്ന തോട്ടിലേക്ക്. അത് ഒഴുകിപ്പോകുന്നത് കണ്ടപ്പോൾ അവന് മറ്റൊന്ന് ഓർമ്മ വന്നു. എന്താണത്? ഞാനൊരു കളിവഞ്ചി ഉണ്ടാക്കിയാലോ എന്നാണ് അവൻ ചിന്തിച്ചത്. എന്തുമായിട്ടാണ് സാജൻ പിന്നീട് തോടിൻ്റെ അരികിലെത്തിയത്? ഒരു കളിവഞ്ചിയുമായി. അവൻ അതെന്ത് ചെയ്തു? അവൻ ആ തോടിൻ്റെ വെള്ളത്തിലൂടെ ഒഴുക്കി വിട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? സൂര്യൻ വന്ന് സൂര്യന് കാർമേഘം മറച്ചു. അവിടെ ഇരുണ്ടതായി, പ്രകാശം പോയി. വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. പേജ് നമ്പർ 105 അഭ്യാസങ്ങൾ. 1. സമാന പദങ്ങൾ. ആകാശം, മാനം. ശബ്ദം, ഒച്ച. പ്രകാശം, വെളിച്ചം. കാർമേഘം, മഴക്കാറ്. എങ്ങും, എല്ലായിടത്തും. ഒന്നാമത്തെ അഭ്യാസം നോക്കൂ. ആകാശം, പ്രകാശം, ശബ്ദം, കാർമേഘം, എങ്ങും എന്നീ വാക്കുകൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അടിയിൽ വരയ്ക്കൂ. നിങ്ങൾ പാഠഭാഗത്തിൽ അവ കണ്ടെത്തിയിട്ട് അടിയിൽ അണ്ടർലൈൻ ചെയ്യാനാണ് പറയുന്നത്, വരയ്ക്കാൻ. നെക്സ്റ്റ് അഭ്യാസം 2. താഴെ കാണുന്ന ചിത്രങ്ങളുമായി ബന്ധമുള്ള വരികൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുതാം. ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ, അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഒരു സൂര്യനൊക്കെ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താ നമ്മൾ എഴുതുക? മഴ പെയ്തു തീർന്നപ്പോൾ ആകാശം തെളിഞ്ഞു. മൂന്നാമത്തെ ലൈനിൽ തെളിഞ്ഞു എന്നാണ് അവസാനം. അപ്പം അതുവരെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് അടുത്ത ചിത്രത്തിൽ തവളകളെ കുറിച്ച് കാണുന്നു അല്ലേ? തവളയും മഴവില്ലിനെയൊക്കെ കാണുന്നു. അപ്പം എന്തെഴുതുക? തവളകളുടെ തൊട്ടിട്ട് രണ്ടാമത്തെ ലൈനിൽ കണ്ടില്ലേ? തവളകളുടെ ക്രോം ക്രോം ശബ്ദം കേട്ടപ്പോൾ സാജൻ പറമ്പിലൂടെ നടന്ന് തോടിൻ്റെ അരികിലെത്തി. അതുവരെ, അരികിലെത്തി വരെ എഴുതുക. അടുത്ത ചിത്രത്തിൽ സാജന് കണ്ടില്ലേ, കടലാസ് തോണിയൊക്കെ കാണാണ്ടല്ലേ? അപ്പോൾ എന്തെഴുതുക? കുറച്ചു സമയത്തിനുള്ളിൽ സാജൻ ഒരു കളിവഞ്ചിയുമായി തോടിൻ്റെ അരികിലെത്തി. അവനത് വെള്ളത്തിൽ ഒഴുക്കി വിട്ടു എന്നത് വരെയാണ് എഴുതേണ്ടത്. അത് നിങ്ങൾ പാഠഭാഗത്ത് നിന്ന് നോക്കി എഴുതണം. അടുത്തത് ഒരു തെങ്ങും കാർമേഘവും ഒക്കെ കാണുന്നില്ലേ? മഴയൊക്കെ കാണുന്നുണ്ട് അല്ലേ? അടുത്ത ചിത്രത്തിൽ എങ്ങനെ എഴുതുക? ആ സമയം തൊട്ടിട്ട്. ആ സമയം കാർമേഘം സൂര്യനെ മറച്ചു. വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. അതുവരെ എഴുതണം. 3. അടിയിൽ വരച്ച പദം മാറ്റി പകരം പദം എഴുതാം. മാതൃക തന്നിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചപ്പോൾ ആകാശം തെളിഞ്ഞു. അപ്പം ആകാശം എന്നതിന് പകരം മറ്റൊരു പദം എഴുതാനാണ്. സൂര്യൻ ഉദിച്ചപ്പോൾ മാനം തെളിഞ്ഞു. അപ്പം ആകാശത്തിന് പകരം മാനം തെളിഞ്ഞു എന്നെഴുതി. അടുത്ത 1. കുട്ടികൾ ക്ലാസ്സിൽ ശബ്ദം ഉണ്ടാക്കരുത്. അപ്പം എങ്ങനെ എഴുതുക? കുട്ടികൾ ക്ലാസ്സിൽ
ഒച്ചയുണ്ടാക്കരുത്. 2 മഴയ്ക്ക് മുമ്പ് മാനത്ത് കാർമേഘം കാണാം. അപ്പോൾ എങ്ങനെ മാറ്റി എഴുതുക? മഴയ്ക്ക് മുമ്പ് മാനത്ത് മഴക്കാറ് കാണാം. 3 ഇരുട്ടിൽ വഴി കാണാൻ പ്രകാശം വേണം. അപ്പോൾ എങ്ങനെ മാറ്റി എഴുതും? ഇരുട്ടിൽ വഴി കാണാൻ വെളിച്ചം വേണം. 4 ഒന്നിലധികം പദങ്ങൾ ചേർന്ന ഒറ്റപ്പദങ്ങൾ കണ്ടെത്താമോ? മാതൃക തന്നിട്ടുണ്ട്. നിറഞ്ഞൊഴുകുന്ന, അപ്പം നിറഞ്ഞു പ്ലസ് ഒഴുകുന്ന, ഇത്തരം ഒന്നിലധികം വരുന്ന ഒറ്റപ്പദങ്ങൾ കണ്ടെത്താൻ കേട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം. 1 മഴ പെയ്തു തീർന്നപ്പോൾ എന്താണ് തെളിഞ്ഞത്? മഴ പെയ്തു തീർന്നപ്പോൾ ആകാശം തെളിഞ്ഞു. 2 സാജൻ എവിടെയാണ് എത്തിയത്? സാജൻ പറമ്പിലൂടെ നടന്ന് തോടിൻ്റെ അരികിലെത്തി. 3 സാജൻ എന്താണ് വെള്ളത്തിൽ ഒഴുക്കിയത്? സാജൻ ഒരു കളിവഞ്ചിയാണ് വെള്ളത്തിൽ ഒഴുക്കിയത്. 4 സൂര്യനെ മറച്ചത് എന്ത്? കാർമേഘമാണ് സൂര്യനെ മറച്ചത്. 5 മഴ പെയ്യാൻ കാരണം എന്ത്? കാർമേഘമാണ് മഴ പെയ്യാൻ കാരണം. 6 മഴക്കാലത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി 5 കാര്യങ്ങൾ എഴുതുക. മഴക്കാലമായാൽ തോടും കുളവും നിറയും. ആകാശത്തിന് ഇരുണ്ട നിറമായിരിക്കും. മഴ കൂടിയാൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. മഴക്കാലത്ത് കുടയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ല. ജലദോഷവും പനിയും മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളാണ്. 6ാമത്തെ ചോദ്യം നിർമ്മിക്കാമോ? പാഠഭാഗത്തു നിന്ന് എത്ര ചോദ്യങ്ങൾ നിർമ്മിച്ചെഴുതാം എന്നാണ്. മാതൃക ആരാണ് കളിവഞ്ചി ഉണ്ടാക്കിയത്? ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് സ്വന്തം ഉണ്ടാക്കി എഴുതാം അല്ലേ. 2 എന്താണ് നിറഞ്ഞൊഴുകിയത്? 3 സാജൻ എന്താണ് തോട്ടിലേക്ക് നുള്ളിയിട്ടത്? 4 ക്രോം ക്രോം ശബ്ദമുണ്ടാക്കിയതാര്? 5 സാജൻ കളിവഞ്ചി ഉണ്ടാക്കാൻ എന്താണ് ഉപയോഗിച്ചത്? അത് ഞാനിവിടെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. 7ാമത്തെ ചോദ്യം കടലാസ് കൊണ്ട് കളിവഞ്ചി നിർമ്മിക്കൂ എന്നാണ്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? കടലാസ് കൊണ്ട് ഒരു തോണി ഉണ്ടാക്കണം. കളിവഞ്ചി ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അമ്മ? ക്ലാസ്സിൽ പറഞ്ഞിരുന്നു തോണി എന്നെഴുതാനും കളിവഞ്ചി എന്നൊക്കെ എഴുതാൻ പറഞ്ഞിരുന്നു. 8ാമത്തെ ചോദ്യം വേഗത്തിൽ വായിക്കാമോ? നമ്മൾ തന്നിട്ടുണ്ട്. എന്താണ്? വടുതല വളവിലൊരൊതള മരം. ഒന്ന് വായിച്ചു നോക്കൂ. പേജ് നമ്പർ 107 ഭാഷാ പരിശീലന പ്രശ്നങ്ങളുണ്ട്. 1 പദസൂര്യൻ നിർമ്മിക്കാം. ഇവിടെ ആകാശം എന്നതിന് ചുറ്റും നമ്മൾ പദസൂര്യൻ ഉണ്ടാക്കാൻ. അതുപോലെ മഴ, സൂര്യൻ, ആകാശം എന്നതിന് ചുറ്റും എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? നക്ഷത്രങ്ങൾ, സൂര്യൻ, വിമാനം, പക്ഷികൾ. ഇനി അടുത്ത ചോദ്യം ആ വാക്കുകൾ ഉപയോഗിച്ചിട്ട് വാക്യങ്ങൾ എഴുതാനാണ്. അപ്പോൾ എന്തൊക്കെ എഴുതിയിരിക്കുന്നു നോക്കൂ. ആകാശം, ആകാശത്തിലൂടെയാണ് വിമാനം പറക്കുന്നത്. രാത്രിയായാൽ ആകാശത്ത് നക്ഷത്രങ്ങൾ കാണാം. അടുത്തത് മഴ. മഴയ്ക്ക് ചുറ്റും കാർമേഘം, കൃഷി, വെള്ളം, തണുപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് വാക്യം ഉണ്ടാക്കിയത് നോക്കൂ. മഴ, ഇന്ന് മഴക്കാലത്ത് നല്ല തണുപ്പായിരിക്കും. കാർമേഘം മഴയായി പെയ്യുന്നു. നെക്സ്റ്റ് സൂര്യൻ. സൂര്യന് ചുറ്റും എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? ചൂട്, വെളിച്ചം, വെയിൽ, മഴ. അപ്പോൾ സൂര്യന് അത് ഉപയോഗിച്ചിട്ട് വാക്യം ഉണ്ടാക്കിയത് നോക്കൂ. സൂര്യനിൽ നിന്നാണ് നമുക്ക് ചൂടും വെളിച്ചവും കിട്ടുന്നത്. 3 താഴെയുള്ള കളങ്ങളിലെ പദങ്ങൾ ശരിയായി ചേർത്തെഴുതാമോ? രണ്ടും നിങ്ങൾ സ്വന്തം ചെയ്യട്ടോ. ആകാശം, സൂര്യൻ, തോട്, വെള്ളത്തിൽ,
മഴ പെയ്യാൻ. അപ്പം അതിന് യോജ്യമായത് ഇവിടുന്ന് എഴുതാൻ. തുടങ്ങി, ഒഴുക്കി വിട്ടു, തെളിഞ്ഞു, ഉദിച്ചു, നിറഞ്ഞൊഴുകി. എന്നിട്ടത് മാച്ച് ചെയ്തിട്ട് താഴേക്ക് എടുത്ത് എഴുതും വേണം കേട്ടോ. മാതൃക ആകാശം തെളിഞ്ഞു, അതുപോലെ താഴേക്ക് എഴുതാൻ കേട്ടോ. പേജ് നമ്പർ 108 4-ാമത്തെ ചോദ്യം. അനുയോജ്യമായവ തമ്മിൽ വരച്ചു ചേർക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് വരക്കുമല്ലോ അല്ലേ. ക്രോം ക്രോം, മഴ, ചന്ദ്രൻ, പറമ്പ്, കടലാസ്. ഇപ്പോഴത്തെ എന്തൊക്കെ തന്നിരിക്കുന്നത്? ആകാശം, കളിവഞ്ചി, പുൽനാമ്പ്, തവള, കാർമേഘം. അത് നിങ്ങൾ മാച്ച് ചെയ്യാൻ കേട്ടോ. 5-ാമത്തെ ക്വസ്റ്റ്യൻ. മാതൃക നോക്കി ചേർത്തെഴുതാമോ? 1 നുള്ളി പ്ലസ് ഇട്ടു, നുള്ളി ഇട്ടു. അടുത്തത് അരികിൽ പ്ലസ് എത്തി, അരികിലെത്തി. അവിടെ ഇൽ പോയിട്ട് ലേ എന്നായി അല്ലേ, അരികിലെത്തി. നെക്സ്റ്റ് നിറഞ്ഞു പ്ലസ് ഒഴുകുന്ന. അപ്പോൾ ആ ഓമായിട്ട് പോയിട്ട് എന്ത് ചെയ്യും? നിറഞ്ഞൊഴുകുന്ന. ഒഴുകി പ്ലസ് പോകുന്ന, ഒഴുകിപ്പോകുന്ന. അപ്പോൾ 2 പാ വരും. പുൽനാമ്പ്, മാറ്റൊന്നുമില്ല, പുൽനാമ്പ്, ഞാൻ തന്നെയാണ് കേട്ടോ, പുൽനാമ്പ്. ഇനി 6-ാമത്തെ കണ്ടെത്താം. കഴുത്തില്ലാത്ത അമ്മ കാതാട്ടി. ഇപ്പുറത്തെ കോളത്തിൽ 4 വാക്കുകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെ? ഉള്ളി, കത്രിക, പറ, മഹാബലി. അപ്പം എന്തായിരിക്കും? കഴുത്തില്ലാത്ത അമ്മ കാതാട്ടി പറഞ്ഞാൽ പറ. പറൻ്റെ കാത് ഇങ്ങനെ ആടൂലേ. നെക്സ്റ്റ് കണ്ടം കണ്ടം കണ്ടിക്കും, കണ്ടം പോലും തിന്നില്ല. എന്താണ്? കത്രിക. കണ്ടം എന്ന് പറഞ്ഞാൽ എന്താ? കഷ്ണം അല്ലേ. നെക്സ്റ്റ് കൊടുത്തു മുടിഞ്ഞവനാര്? ആരാ? മഹാബലി. 7-ാമത്തേത് പേരിടാമോ? സ എന്ന നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പേരിടണം. എന്താ പേരിടണ്ടേ? സസ, സിസി, സുസു, സോ, സൗ എന്നിങ്ങനെ ആരംഭിക്കുന്ന പേരുകളാണ് വേണ്ടത്. നിങ്ങൾക്ക് എത്ര പേരുകൾ കിട്ടി? അപ്പോൾ താഴെ എഴുതൂ. നമുക്ക് ഒരുപാട് പേരറിയില്ലേ. സാ വെച്ചിട്ട് അറിയും, സി വെച്ചിട്ട് പേരറിയും, സി വെച്ചിട്ട് പേരറിയും, സു അല്ലേ, സൂ വെച്ചിട്ട് പേരറിയില്ലേ, സോ വെച്ചിട്ടും അറിയും, സൗ വെച്ചിട്ടും അറിയും. ആ പേരുകളൊക്കെ താഴെ നിങ്ങൾ എഴുതാൻ കേട്ടോ. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിട്ടോ, നിങ്ങൾക്കറിയാവുന്ന പേരുകളൊക്കെ എഴുതാം. അപ്പോൾ നമ്മൾ പാഠം ഇവിടെ അവസാനിച്ചു. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ടെക്സ്റ്റിൽ നോക്കിയിട്ട് ടെക്സ്റ്റിൽ എഴുതേണ്ടത് ടെക്സ്റ്റിലും ഏതൊക്കെ നോട്ട് ബുക്കിൽ എഴുതേണ്ടത് സമാന പദങ്ങളും പിന്നെ 5-ാമത്തെ ചോദ്യമല്ലേ ഉത്തരം എഴുതാം, ക്വസ്റ്റ്യൻ ആൻസറും ചോദ്യം നിർമ്മിക്കാം എന്ന ആ ചോദ്യവും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക കേട്ടോ. ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ക്ലാസ്സുകൾ ഞാനെടുക്കുന്ന എല്ലാ വിഷയങ്ങളും ലിങ്കിൽ കിട്ടാൻ നിങ്ങൾ യൂട്യൂബിൽ അടിക്കേണ്ടത് ഇഖ്റ സ്റ്റുഡൻസ് കോർണർ എന്ന് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ മിസ് എടുത്ത എല്ലാ പാഠഭാഗങ്ങളും അതിൽ കിട്ടും.